കാളികാവിലെ കടുവയെ കണ്ടെത്താനുള്ള വളരെ ശ്രമകരമായ ദൗത്യം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ അരുൺ സക്കറിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എവിടെ വരെ എത്തി ദൗത്യം? നമ്മൾ ഫുൾ ഫ്ലെഡ്ജായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ കടുവയുടെ പ്രസൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ ക്യാമറ ട്രാപ്സ് കുറേയധികം ക്യാമറകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും നമുക്ക് ഇമേജ് കിട്ടിയിട്ടില്ല. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ 3 ടീം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടീമും ഇത് നടത്തും, സർവേ ചെയ്യും, പഗ് മാർക്ക് അങ്ങനത്തെ എവിഡൻസസ് എടുക്കും. അതേപോലെ തന്നെ ക്യാമറ ട്രാപ്സും നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 2 ട്രാപ്പ് കേജസും നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ റിഫൈൻ ചെയ്ത് കൊണ്ടുവരിക. എവിടെയാണിത്, ഇതിൻ്റെ ടെറിട്ടറി എവിടെയാണ് നമ്മൾ തിരിച്ചറിയുക. അവിടെയൊക്കെ നമ്മൾ ഡാട്ടിങ് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് കുങ്കിയാനകൾ ഇറങ്ങുന്ന ഒരു കാര്യമൊക്കെ ആലോചിക്കുന്നത്. അതെ, അതെന്ന് പറഞ്ഞാൽ ഈ 2 എലഫൻസും ടൈഗർ ഡാട്ടിങ്ങിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആനകളാണ്. സ്മെല്ല് ചെയ്യാൻ പറ്റും, അവർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കാട് ഭയങ്കര അടഞ്ഞ കാടാണ്. ആ അടഞ്ഞ കാടിൽ നമുക്ക് എന്താ പറയുക, ഡയറക്റ്റ് ഡാട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സിറിഞ്ച് പോകില്ല, അടഞ്ഞ എലഫൻസ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സാധാരണ ആളുകൾക്കുള്ളൊരു സംശയമാണ് അതോടെ, അതെന്ന് വെച്ചാൽ ഈ ആനകളെ എന്തുകൊണ്ട് ഇത്തരമൊരു ദൗത്യത്തിലേക്ക് എത്തിക്കുന്നു, കുങ്കിയാനകളുടെ ഒരു ദൗത്യം എന്താണെന്നുള്ളത്. ഒന്ന്, ഇത് ടൈഗറുമായിട്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, അപ്പം ഒന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്, ടൈഗർ എപ്പോഴും നമ്മളൊരു ഒരു 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 ഹൈലി ഡേഞ്ചറസ് ആനിമലാണ്. അപ്പോൾ ഒരു വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് നമ്മൾ ഡാട്ട് ചെയ്യുക. അപ്പോൾ അത് എപ്പോൾ വേണം അറ്റാക്ക് ഉണ്ടാകും. ആനയെ നമുക്കൊരു ഷീൽഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2 ഈ ആനകൾക്ക് ട്രാക്ക് ചെയ്യാനുള്ള, ടൈഗർ ട്രാക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അടഞ്ഞ കാടാണ്, നമുക്ക് എലഫൻറ്റ് ബാക്ക് മുകളിൽ കയറി നിന്ന് ഡാട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മയക്കുവെടി വെക്കലാണ്, അത് കൂട് തന്നെ സ്ഥാപിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് എത്തി. എല്ലാം നോക്കുന്നുണ്ട് നമ്മൾ, മയക്കുവെടി നോക്കുന്നുണ്ട്, ട്രാഫിക് നോക്കുന്നുണ്ട്, ഏതൊക്കെ പോസിബിൾ വഴിയുണ്ടോ അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഒരു ആശങ്കയുടെ ഒരു ആവശ്യമില്ല. ഉറപ്പ് പറയാനായിട്ടില്ല, വരട്ടെ, എവിഡൻസ് വരട്ടെ, നമുക്കത് നോക്കിയിട്ട്. ഇതാണ് ഡോക്ടർ അരുൺ സക്കറിയൊക്കെ പറയാനുള്ളത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് അതിനെ പിടികൂടാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എങ്കിലും പക്ഷേ വളരെ ശ്രമകരമായി തന്നെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം കെ പ്രശാന്ത്, അമൃത ന്യൂസ്, മലപ്പുറം.